തങ്ങൾക്കും തങ്ങളുടെ രാജ്യത്തിനും എന്തുമാവാമെന്നും എന്നാൽ മറ്റുള്ളവർ അത് ചെയ്താൽ അത് വലിയ തെറ്റാണ് എന്നുള്ള നിലപാട് തന്നെയാണ് നെതന്യാഹുവിനുള്ളത്. ഗാസയിൽ നിരവധി ആളുകളെ, അതും ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തിയ, ആകെയുള്ള ഡയാലിസിസ് സെന്റർ തകർത്ത ഇസ്രയേലിന് തങ്ങളുടെ ഒരു ആശുപത്രി ഇറാൻ തകർത്തപ്പോഴേക്ക് ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതൊരു മഹാ അപരാധമായിട്ടാണ് നെതന്യാഹുവിന് തോന്നിയിട്ടുള്ളത്. ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും വലിയ തെറ്റായി ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊന്നു മാത്രമാണ്. ഇത് കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പായതോടു കൂടിയാണ് മറ്റു രാജ്യങ്ങൾ ഇടപെടാൻ തയ്യാറായത്. പരസ്പരമുള്ള ഈഗോ മാറ്റിവെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നത്. സംഘർഷം മേഖലയ്ക്കും ആഗോള സ്ഥിരതയ്ക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും UN സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്ത ശേഷം അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, സൈനിക നടപടികളിൽ നയതന്ത്രം വേണമെന്നും സംഘർഷം കൂടുതൽ അന്താരാഷ്ട്രവൽക്കരിക്കുന്നത് ഒഴിവാക്കണമെന്നും ഗുട്ടറസ് എല്ലാ കക്ഷികളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലി ആക്രമണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും പുതിയ ആണവ കരാറിന്റെ സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നതിനായി യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാർ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ അഭ്യർത്ഥന. അതേസമയം ഇറാനിയൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ജനീവയിൽ ഏകദേശം 90 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിൽ റഷ്യ തുടർന്നും പ്രവർത്തിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റും പ്രസ്താവിക്കുകയുണ്ടായി. ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം രൂക്ഷമായിട്ടും ജീവനക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് മാത്രമല്ല, പ്രശ്ന പരിഹാരത്തിന് റഷ്യ 3 രാഷ്ട്രങ്ങൾക്ക് നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം എണ്ണവിലയിൽ കാര്യമായ വർധനവിന് കാരണമായിട്ടില്ലെന്നും അതിനാൽ OPEC+ ഇടപെടൽ അനാവശ്യമാണെന്നും പുടിൻ പറയുന്നുണ്ട്. സംഘർഷം കാരണം എണ്ണവില ബാരലിന് $65 നിന്നും ഏകദേശം $75 ഉയർന്നതായി പുടിൻ ചൂണ്ടിക്കാട്ടിയ ശേഷം വിപണി സന്തുലിതാവസ്ഥയും സുഖകരമായ വിലയും നിലനിർത്തുന്നതിനായി OPEC+ ക്രമേണ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ഇറാൻ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിക്കുന്നത് തുടരുമെന്നാണ് ഇറാന്റെ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ പറയുന്നത്. ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനാൽ തൽക്കാലം ചർച്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ. ആണവ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇറാൻ പറയുകയും ഇസ്രയേലിനെതിരെ ഇറാഖും രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി സമാധാന ചർച്ച എന്ന സാധ്യത പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ഉണ്ടായത്. 50 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഇറാഖിന്റെ വ്യോമാതിർത്തിയും പ്രാദേശിക സമഗ്രതയും ലംഘിച്ചുവെന്ന് ഇറാഖിന്റെ UN അംബാസിഡർ ആരോപിക്കുകയുണ്ടായി. എന്നാൽ ഇറാന്റെ ആണവ പ്രശ്നം സൈനികമായി പരിഹരിക്കാനാകില്ല എന്നായിരുന്നു ഫ്രാൻസിന്റെ നിലപാട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ജർമ്മനിയും ഫ്രാൻസും UK ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാധാന ചർച്ചകളെ പിന്തുണയ്ക്കുമെന്ന് തുർക്കിയും വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ 100 കണക്കിന് ആശുപത്രികൾ തകർത്ത ഇസ്രയേലാണ് സൊറോക്ക ആശുപത്രി ആക്രമണം അപലപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തുർക്കി പ്രസിഡന്റ് റെജബ് എർദോഗാൻ പരിഹസിക്കുകയുണ്ടായി. ജർമ്മനിയുടെ വ്യോമസേന ഇസ്രയേലിൽ നിന്ന് 64 പേരെ വിജയകരമായി രക്ഷപ്പെടുത്തിയതായി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2 A400M സൈനിക ഗതാഗത വിമാനങ്ങൾ നിലവിൽ ജർമ്മനിയിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രാലയം പറയുകയുണ്ടായി. ഇറാനുമായി ചർച്ചകൾ തുടരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രാദേശിക സംഘർഷം ആർക്കും ഗുണം ചെയ്യില്ലെന്ന് അവർ ഊന്നി പറയുന്നുണ്ട്. ഇറാന് ആണവായുധങ്ങൾ കൈവശം വെക്കാൻ കഴിയില്ലെന്ന് ലാമി കൂട്ടിച്ചേർത്തു. ഈ ചർച്ചകളും ഒന്നുമാവാതെ അവസാനിച്ചതോടുകൂടി ഇനി എന്ത് എന്ന ചിന്തയിലാണ് ലോകം. ഇനിയും തുടരുന്ന യുദ്ധത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ആണവായുധമാണെന്ന് പറയാതെ പറഞ്ഞ ഇറാനോട് ശക്തമായി എതിർക്കാൻ പോലും ആർക്കും കഴിയില്ല എന്നതും പ്രസക്തമാണ്.